കടൽക്കരയിലെ ഒറ്റപ്പെട്ട ഭാഗത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരു വള്ളത്തിനരികിലിരുന്ന് സംസാരിക്കുകയാണവർ. വാക്കുകൾ പറയുന്നില്ലെങ്കിലും അവരുടെ കണ്ണുകൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞു തരുന്നു. ദൃശ്യങ്ങൾ അതിമനോഹരം, വേദനാജനകമായ സംഗീതം, ഹൃദയസ്പർശിയായ അഭിനയം, സന്ദേശമോ അവിശ്വസനീയമാം വിധം പ്രധാനം. കേരള കടൽ തീരത്തിൻ്റെ സൗന്ദര്യത്തിൽ അലങ്കരിച്ച ചെമ്മീൻ. ഈ ചിത്രത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ വളരെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചെമ്മീൻ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ അരേ സമൂഹത്തിലാണ് നടക്കുന്നത്. വിശാലമായ കടൽ തീരങ്ങൾ, സൂര്യാസ്തമയങ്ങൾ, പ്രാദേശിക സംസ്കാരങ്ങളിൽ വേരൂന്നിയ കഥാപാത്രങ്ങൾ എന്നിവ ഒരു ഭൂതകാലത്തിൻ്റെ കഥ പറയുന്നു. അരയന്മാർ കടലിലേക്ക് ഇറങ്ങുന്നതും തുഴയുന്നതും വല വീശുന്നതും പിടിച്ച മത്സ്യങ്ങളെ കുട്ടകളിലാക്കി കൊണ്ടുവരുന്നതും തരം തിരിക്കുകയും ചെയ്യുന്ന പതിവ് പ്രവർത്തനങ്ങൾ, അവരുടെ തമാശകൾ, ആനന്ദം, ചാകരയിലെ അവരുടെ ആവേശം, വരണ്ട സീസണുകളിലെ നിരാശ, ദൈനംദിന ജീവിതത്തിലെ എല്ലാം വളരെ മനോഹരമായി ഇഴചേർത്തിരിക്കുന്നു. ആലപ്പുഴയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് തകഴിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥയാണ് ചെമ്മീൻ. 8,000 രൂപയ്ക്കാണ് സംവിധായകൻ രാമു കാര്യാട്ട് തകഴിയിൽ നിന്നും ചെമ്മീൻ സിനിമ ചെയ്യാനുള്ള അവകാശം വാങ്ങുന്നത്. അന്നത്തെ കാലത്തെ വളരെ വലിയ തുകയാണിത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള ബാബു സെയ്ദ്, ഋഷികേഷ് മുഖർജി, മാർക്കസ് ബാർട്ട്ലി, യു രാജഗോപാൽ, സലീൽ ചൗധരി, KD ജോർജ് തുടങ്ങിയ നിരവധി കലാകാരന്മാർ അദ്ദേഹത്തിൻ്റെ ദൗത്യം സാക്ഷാത്കരിക്കാൻ കൈകോർത്തു. SL പുരത്തിൻ്റെ പ്രതിധ്വനിക്കുന്ന സംഭാഷണങ്ങളും വയലാറിൻ്റെ ഉജ്ജ്വലമായ വരികളും പ്രാദേശിക ഭാഷാശൈലിയും ചിത്രത്തിന് മാറ്റേകാനെത്തി. അരേ സമൂഹത്തിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും പാട്ടുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും വീണ്ടും വീണ്ടും ഉയർത്തപ്പെട്ടു. ഇവയെല്ലാം ഇന്നും മലയാളിയെ വേട്ടയാടുന്ന ഈണങ്ങൾ. ചെമ്പൻ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ഒരു വള്ളവും വലയും സ്വന്തമാക്കുക എന്നതാണ്. വള്ളത്തിൽ കിട്ടിയ മത്സ്യം യുവവ്യാപാരിയായ പരീക്കുട്ടിക്ക് നൽകാം എന്ന വ്യവസ്ഥയിൽ പരീക്കുട്ടി ചെമ്പൻ കുഞ്ഞിന് വള്ളം വാങ്ങാൻ സഹായിക്കുന്നു. ചെമ്പൻ കുഞ്ഞിൻ്റെ സുന്ദരിയായ മകൾ കറുത്തമ്മയും പരീക്കുട്ടിയും പരസ്പരം ഹൃദയം കൈമാറിയവരാണ്. കറുത്തമ്മയുടെ അമ്മ ചക്കിക്ക് ഇതിനെക്കുറിച്ചറിയാം. കർശനമായ സാമൂഹിക പാരമ്പര്യത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ അവർ നയിക്കുന്ന ജീവിതത്തെക്കുറിച്ച് അമ്മ മകളെ ഓർമ്മിപ്പിക്കുന്നു. പരീക്കുട്ടിയോടുള്ള സ്നേഹം ത്യജിച്ചുകൊണ്ട് കടൽ യാത്രയ്ക്കിടെ ചെമ്പൻ കുഞ്ഞ് കണ്ടെത്തിയ അനാഥനായ പളനിയെ കറുത്തമ്മ വിവാഹം കഴിക്കുന്നു. പരീക്കുട്ടിയെ മറന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കറുത്തമ്മ പരമാവധി ശ്രമിക്കുന്നു. തുടക്കത്തിൽ അവൾ പളനിയിൽ സന്തോഷം കണ്ടെത്തുന്നു. കറുത്തമ്മയിൽ പളനി തൻ്റെ വീട് കണ്ടെത്തുന്നു. വീട്ടിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങാൻ അയാൾക്ക് ലജ്ജയില്ല. അങ്ങനെ ചെയ്യുന്നതിലുള്ള പരിഹാസത്തിൽ അയാൾ തളരുന്നില്ല. ഇരുവരും ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ പരമാവധി ശ്രമിക്കുന്നു. കറുത്തമ്മയും പരീക്കുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിരന്തരം വരുന്ന അഭിപ്രായങ്ങളും ഗോസിപ്പുകളും പളനിയിൽ സംശയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നു. കറുത്തമ്മയുടെ വാക്കുകൾ വിശ്വസിച്ച് അയാൾ അതെല്ലാം അവഗണിക്കുന്നു. പക്ഷെ അവരുടെ ബന്ധത്തിൽ സംശയത്തിൻ്റെ കണികകൾ നിറയുന്നു. സമൂഹം അതിൻ്റെ സൂക്ഷ്മമായ കണ്ണുകളോടെ എല്ലായിടത്തും കറുത്തമ്മയെ പിന്തുടരുന്നു. ഒടുവിൽ കറുത്തമ്മ ഞാൻ പരീക്കുട്ടിയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. പളനി തകരുന്നു. അവൻ കോപത്താൽ കടലിലേക്ക് പോയി മരണത്തിന് കീഴടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ പരീക്കുട്ടിയും കറുത്തമ്മയും കൈകോർത്ത് മരിച്ച നിലയിൽ കരയ്ക്കടിയുന്നു. ചെമ്മീൻ എന്ന നോവൽ ആലപ്പുഴയിലെ പുറക്കാട്ട് തീരത്താണ് നടക്കുന്നത്.
രാമു കാര്യാട്ടും അതേ സ്ഥലത്തു തന്നെ ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ പുറക്കാട്ടുള്ള ചിലർ അവരുടെ വള്ളങ്ങൾക്ക് വാടക ആവശ്യപ്പെട്ടു. അതിനാൽ സ്ഥലം അദ്ദേഹത്തിന് പരിചയമുള്ള നാട്ടികയിലേക്ക് മാറ്റാൻ നിർബന്ധിതനായി. നാട്ടികയിലെ അരയന്മാർ ചിത്രീകരണത്തിനായി അവരുടെ വീടുകളും വള്ളങ്ങളും വസ്ത്രങ്ങളും വരെ വാഗ്ദാനം നൽകി സഹകരിച്ചു. സത്യൻ സാറിന് 12,000 രൂപയും മധുസാറിന് 2,000 രൂപയുമായിരുന്നു പ്രതിഫലം. 60കളിൽ പരീക്കുട്ടിയുടെ വേഷം സുന്ദരനായ പ്രേംനസീറിന് ലഭിക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ ഇമേജില്ലാത്ത ഒരു പുതുമുഖമായതിനാലായിരിക്കാം എനിക്ക് ആ വേഷം ലഭിച്ചതെന്ന് മധുസാർ ഓർക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചെമ്മീൻ 1965 ഓണക്കാല റിലീസായിരുന്നു. കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൽ 106 ദിവസവും മറ്റു നഗരങ്ങളിലെല്ലാം 95 ദിവസത്തിലേറെയും ചിത്രം പ്രേക്ഷകരെ കണ്ണീര് കുടിപ്പിച്ചു. കടലിൽ പോകുന്ന അരയന്റെ സുരക്ഷ കരയിലെ ഭാര്യയുടെ വിശ്വസ്തതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന പഴയകാല കെട്ടുകഥയെ അടിസ്ഥാനമാക്കിയാണ് കഥ. കൂടാതെ കൈവശാവകാശത്തെയും അത്യാഗ്രഹത്തെയും കുറിച്ചുള്ളത് കൂടിയാണ്. പണം എങ്ങനെ മനുഷ്യനെ അന്ധനാക്കുന്നു എന്ന് കാണിക്കുന്ന കഥാപാത്രം ചെമ്പൻ കുഞ്ഞ് ഒരു വള്ളവും വലയും സ്വന്തമാക്കാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അയാൾക്കെല്ലാം നഷ്ടപ്പെടുന്നു. ഭാര്യ, മക്കൾ, 2ാം ഭാര്യ, ഒടുവിൽ മനസ്സും. ഒരു സമൂഹം 3 പേരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെങ്ങനെയെന്ന് പ്രേക്ഷകന് കാണാൻ കഴിയും. കുറ്റം പൂർണ്ണമായും കറുത്തമ്മയിലായിരിക്കും. കറുത്തമ്മയുടെ വഞ്ചനയല്ല, മറിച്ച് സമൂഹത്തിൻ്റെ വിമർശനമാണ് പളനിയെ മരണത്തിലെത്തിച്ചതെന്ന് കാണിക്കാനാണ് നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചത്. പക്ഷേ അത് നടന്നില്ല. എന്തും അനുകൂലമാക്കാനുള്ള സമൂഹത്തിൻ്റെ കഴിവ് സിനിമ കാണിച്ചു തന്നു. അന്ധവിശ്വാസങ്ങളുടെ പ്രചാരണത്തിൽ സമൂഹം വഹിക്കുന്ന വഞ്ചനാപരമായ പങ്കിനെക്കുറിച്ചുള്ള പഠനമാണ് ചെമ്മീൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും 2017 സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ചിത്രത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അരയ സമൂഹം ബഹിഷ്കരിച്ചു. വർഷങ്ങളായി അരയ സമൂഹം നേരിടുന്ന എല്ലാ അപമാനങ്ങൾക്കും കാരണം ഈ ചിത്രമാണെന്ന് കേരള ധീവരസഭ ആരോപിച്ചു. അരയ സമൂഹത്തെ സംസ്കാരശൂന്യരായി മനഃപൂർവ്വം ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. കടലിൻ്റെ അനന്തമായ വിസ്മയത്തിലൂടെ ചെമ്മീൻ കേരളത്തെയും മലയാളത്തെയും ലോകഭൂപടത്തിൽ രേഖപ്പെടുത്തി.